അപ്പോഴേ ഇന്ന് ഗുണ്ടൽപേട്ട് ചാമരാജ് നഗറിലെ കന്തേകാല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടേ. ഇവിടുത്തെ ആളുകളൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണോ ജീവിക്കുന്നത്. ഇവിടെ നമുക്ക് പരിചയമുള്ള 2-3 ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പരിചയപ്പെടാം. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര പുറപ്പെട്ടത്. ചുരത്തിന്മേലൊക്കെ നല്ല മഴയുമാണ്, അതുപോലെ തന്നെ നല്ല ബ്ലോക്കുമാണ്. ഏതോ ചരക്ക് ലോറി എന്തോ ലോഡായിട്ട് കുടുങ്ങിയതാണ് കേട്ടോ. 2 വീലർ ആയതുകൊണ്ട് ബ്ലോക്കിൽ നിന്നൊക്കെ വേഗം രക്ഷപ്പെട്ട് പോരാനായി. ഏകദേശം രാത്രി 9 മണിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും. ഇവിടെയാണെങ്കിൽ രാത്രി വന്യമൃഗങ്ങളെ ശല്യങ്ങളൊക്കെ ഉള്ള സ്ഥലവുമാണ്. നല്ല മഴ പെയ്തുകൊണ്ട് വഴികളൊക്കെ ആകെ തടസ്സപ്പെട്ട് കിടക്കണം. സെൻറ്റർ കൂടെ ഇതാക്കിക്കോ, കാരണം ഓരോ ടയറ് പോയിക്കൊണ്ട് നമ്മുടെ കൂടെ പോകും. ശിവ്യ ഉള്ള അഡ്വഞ്ചറാണ്. രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. നോർമലി ഇങ്ങോട്ട് ബൈക്കായിട്ട് വരുമ്പോൾ ഏകദേശം 5 മണിക്കൂർ യാത്രയാണ് ഉണ്ടാവില്ല. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ എത്താൻ ഏകദേശം 6 മണിക്കൂറിലധികം സമയം എടുത്തിട്ടുണ്ട്. ഒന്നാമത് മഴയും പിന്നെ നല്ല ബ്ലോക്കും ആയിരുന്നു. ഈ കാണുന്നത് ഉരുളൻകിഴങ്ങിൻ്റെ പൂവാണ് കേട്ടോ. ആ കാണുന്ന മലേൻ്റെ മുകളിൽ പുലി ഉണ്ട് എന്നാട്ടോ അവർ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പുലീൻ്റെ കാൽപ്പാടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതുപോലെ പുറത്തേക്ക് നടക്കാനിറങ്ങിയപ്പോൾ ഇവിടെയുള്ള ആളുകളാണ് കേട്ടോ ഇത് കാണിച്ചെന്ന്. അതൊരു മയിലാണെന്ന് തോന്നുന്നു. ഇവിടെ മുനീറുണ്ട് കേട്ടോ, അപ്പുറത്ത് കാലിതുണ്ട്. കാലിതേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ കേട്ടോ. അപ്പുറത്ത് അതൊക്കെ കാടുകളാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ച വീട്. ഇന്നലെ വന്നത് രാത്രി അതിനെ കൊണ്ടേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നടന്ന് ക്ഷീണിച്ചിട്ടോ, കുറേ നടന്നു. ഇവിടെ നിന്ന് ഖാലിദ് മുനീറും ആ കൊറോണ സമയത്തൊക്കെ കുറേ താമസിച്ചിരുന്നു. അവർക്കിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് മല്ലപ്പൻ, ഇവരതാണ് കേട്ടോ ഈ ഫാമും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. ഇവരെ കൃഷിക്കാരാണ്, ഇവരെ പശുക്കളാണിത്. അടുത്ത കൃഷി ഏതായിട്ടേ ചോദിക്കടാ, എനിക്ക് കന്നഡ അറിയില്ല, അതുകൊണ്ട് പരിഭാഷപ്പെടുത്തണോ? ഇനി ചോള കൃഷി ചെയ്യുന്ന പറയണ കേട്ടോ. അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അമ്പാഴങ്ങയൊക്കെ കഴിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. സൂര്യകാന്തി തോട്ടാണ്. എന്ത് ഭംഗിയല്ലേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ. ഇനി അനാറും പേരയ്ക്കും ഒക്കെ കായ്ച്ച് കിടക്കുന്നത് കാണേ.
ഇത് കാലികൾക്കൊക്കെ കൊടുക്കാനുള്ള ചോളാണ്. ഇതൊക്കെ വാടിക്കരിഞ്ഞ സൂര്യകാന്തി തോട്ടാണ്. ഇതൊക്കെ കുറച്ച് ദിവസം കൊണ്ട് വിളവെടുക്കും. ഇത് മുഴുവനും തക്കാളി കൃഷിയാണ്. മഞ്ഞളാണ്. ഇത് ഇളന്തപ്പഴത്തിൻ്റെ മരമാണ്. പക്ഷെ ഇപ്പോൾ കായകളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൽ നിറച്ച് പാകമായിട്ടുള്ള കായകളുണ്ട്. കുറേ തിന്നുന്നുണ്ട്. ഇവിടുത്തെ പുതിയ അതിഥിയാണ് തോന്നുന്നുണ്ട് കേട്ടോ ഫാമിലെ. പിന്നെ ഇവിടെ വന്നപ്പോഴേ ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കി. അടിപൊളി പറഞ്ഞാൽ അടിപൊളി. ഒരു കൂട്ടം പക്ഷികളെ കൂടുകളാണ് കേട്ടോ ഇത്. പല കിളികളും അവരുടെ കൂടുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞങ്ങളിവിടെ 3 പേര് നിൽക്കുന്നുണ്ടെന്നുള്ള ഒരു ഭാവം പോലും അവർക്കില്ല. കാരണം മറ്റൊന്നല്ല, ഇത് ഇവരൊക്കെ നടന്നു പോകുന്ന വഴിക്ക് തൊട്ടരിക്കലാണ്. അതായത് ഇവരുടെ കൃഷിസ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ. അവർ ഓരോരോ നാരുകളായി ശേഖരിച്ച് കൊണ്ടുവന്ന് അവരവരുടെ കൂടുകൾ ഉണ്ടാക്കുകയാണ്. എത്രത്തോളം ഉറപ്പിലും കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവർ ആ കൂടുണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടു തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു കാഴ്ച അവിടെ കാണാൻ പറ്റുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിങ്ങനെ ചെറിയൊരു കുറ്റിക്കാടാണ്. ആ കുറ്റിക്കാടിൻ്റെ പുറത്താണ് ഇവർ ഈ കൂടുകൾ അത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവരെ കൂടിനൊക്കെ 2 എൻട്രൻസ് ഉണ്ട് കേട്ടോ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് തോന്നുന്നത്. ഈ പക്ഷികൾ ഒരു കുരുവി വർഗത്തിൽ പെട്ടതാണ് കേട്ടോ. ചൂളൻ കുരുവി അല്ലെങ്കിൽ ആലക്കുരുവി എന്നൊക്കെയാണ് പറയുക. ഇതൊക്കെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഇംഗ്ലീഷിൽ ഇതിന് ബയാവ്യൂവർ എന്നാണ് പറയുക. അങ്ങനെ അതൊക്കെ കണ്ട് ഏകദേശം
ഞങ്ങളിവിടുന്ന് തിരിച്ച് പോരാനുള്ള പരിപാടിയിലാണ്. ഇനി തൊട്ടപ്പുറത്തൊരു ശിവപാർവതി ക്ഷേത്രമുണ്ട്. പറ്റുകയാണെങ്കിൽ മഞ്ജുവിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജുവിനോട് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ ഒരു കൃഷിക്കാരനാണ് കേട്ടോ മഞ്ജു. നേരത്തെ കാണിച്ചു തന്ന രണ്ടാൾക്കാരല്ലേ, അതിലുള്ള ഒരാളെ സഹോദരനാണ്, ഒരാളെ ജ്യേഷ്ഠനാണ് തോന്നുന്നുണ്ട്. ഈ മഞ്ജു എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് കേട്ടോ. ഏതായാലും മൂപ്പരെ കണ്ടിട്ട് ടാറ്റ പറഞ്ഞിട്ട് നേരെ നാട്ടിക്ക് പോയി. മുനീർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇനി പോകാനുള്ള പരിപാടിയിലാണേ. ഇതാണ് കേട്ടോ ഞങ്ങളെ 2 സാരഥികൾ. ഞങ്ങളിവിടെ കർണാടകയിൽ എത്തിച്ച 2 സാരഥികളാണ്. ഇതാണ് നമ്മളെ മഞ്ജു. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന മഞ്ജു ആണ് കേട്ടോ. അങ്ങനെ മഞ്ജുവിനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ നാട്ടിലേക്ക് പോകണേ. അടുത്ത കൃഷിസ്ഥലം ഒരുക്കണ തിരക്കിലാണ്. അതെ തന്നെ. കാട് ഫോറസ്റ്റിനുള്ള ശരി. ഈ മലേന്റെ അപ്പുറത്ത് വലിയൊരു അമ്പലം ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. തന്നെ വലിയൊരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോവിലുണ്ട് എന്നാണ് പറയണത് ഇവര്. കന്നഡയിലാണ് പറയണത്. പക്ഷെ മുനീറിനും കാലത്തിനൊക്കെ കുറച്ച് കന്നഡ അറിയണോണ്ട് ഓൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുവരുടെ ഗ്രാമത്തിലെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കവാടമാണ് കേട്ടോ ഈ കാണുന്നത്. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആരെയും കാണാത്തതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറി പോകുന്നില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല, ആ മരത്തടി കൊണ്ട് അടിച്ചു വെച്ചിരിക്കുന്ന റൂം ഇവിടുത്തെ ബാർബർ ഷോപ്പാണ് കേട്ടോ. അങ്ങനെ കാടൊക്കെ കടന്ന് മുത്തങ്ങ എത്തിയതിന് ശേഷം ഒരു ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ചിട്ട് നേരെ നാട്ടിലേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമെന്ന പ്രതീക്ഷയോടെ.